സാറേ, എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നമ്മൾ ധ്യാനമുറ അല്ലെങ്കിൽ മെഡിറ്റേഷനെ കുറിച്ച് പതഞ്ജലി ഇതിലും പലതിലും അവിടെ ഇവിടെയൊക്കെ പറയുന്നുണ്ട്. ചിലർ മെഡിറ്റേഷന് എതിര് പറയുന്നുണ്ട്, ചിലർ പറയുന്നത് ചെയ്യുന്ന മെഡിറ്റേഷൻ ശരിയല്ല, ഇങ്ങനെ പല വാദവും പറയുന്നുണ്ട്. അപ്പം ജോർജ് മാത്യു സാർ എൻ്റെ അടുത്ത് ഒരിക്കൽ പറഞ്ഞ്, നിങ്ങൾ കുട്ടികളെ മെഡിറ്റേഷൻ പഠിപ്പിക്കരുത്, കാര്യം മെഡിറ്റേഷൻ പഠിപ്പിച്ച ഹൈ എനർജി ഉണ്ടാവും, അത് തെറ്റായ മാർഗങ്ങളിലേക്ക് അവരെ നയിക്കും എന്നൊരിക്കൽ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് സത്യമാണ്. കാര്യം എന്ന് വെച്ചാൽ ഇത് എനർജി ചെയ്യുന്നൊരു സാധനമാണ്. അപ്പം ഏത് മെഡിറ്റേഷൻ, ഇനി മെഡിറ്റേഷൻ തന്നെ ഒരാൾക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അയാളുടെ മെൻ്റൽ സ്റ്റേറ്റും അയാളുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ടാണ് അത് വരുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ മെഡിറ്റേഷൻ പോലും ഒരു ഗൈഡൻസ് ഇല്ലാതെ ചെയ്യരുതെന്ന് പലപ്പോഴും വാൺ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞിരുന്ന സമയത്തും ധ്യാനമുറയില്ലാത്ത ഒരു വ്യവസ്ഥയും എവിടെയില്ല. എല്ലാ സ്ഥലത്തും തിയോസഫി ആണെങ്കിലും എല്ലാ സ്ഥലത്തും ഈ മെഡിറ്റേഷൻ, ഇപ്പം ശങ്കരാചാര്യരെ എടുത്താലും ശ്രീനാരായണ ഗുരുവിനെ എടുത്താലും ഇവരെല്ലാം ധ്യാനം ചെയ്തിട്ടുള്ളവരാണ്. അപ്പം നമ്മൾ ഈ ഒരു സാധനത്തിന് എതിർത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പം എന്താണ് ഇതിൻ്റെ സോഴ്സ്, അതായത് ഇതെവിടെ നിന്നാണ് ഇതിൻ്റെ അതോറിറ്റി എന്താണ്? ഇപ്പോൾ ആയുർവേദം എന്ന് പറഞ്ഞാൽ വേദത്തിലുള്ള ആയുർവേദമാണ് അതിൻ്റെ ബേസ് ടെസ്റ്റ് എന്ന് പറയുന്നത് പോലെ ഇതിൻ്റെ ഒരു സോഴ്സ് ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പം മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇത് വേദത്തിലുണ്ടായിരുന്നു, വേദത്തിൽ നിന്ന് ഉപനിഷത്തിലേക്ക് വന്നു, ഉപനിഷത്തിൻ്റെ ഒരു പാർട്ടായിട്ടാണ് ഇവരിപ്പോൾ ഈ എന്താണ് പറയുന്നത് വിജ്ഞാന ഭൈരവ അല്ലെങ്കിൽ ഇതെന്ന് പറയുന്ന ഇതിനകത്ത് 112ഓളം മെഡിറ്റേഷൻ ധ്യാനം എന്നാണ് പറയുന്നത്. അതിൽ മന്ത്രം ഉപയോഗിച്ചതുള്ളതുണ്ട്, പിന്നെ വെറും കാഴ്ച കൊണ്ടുള്ളതുണ്ട്, വെറും ഒബ്സർവേഷനുണ്ട്, അങ്ങനെ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിപ്പോൾ സാറിന് അയച്ചിരുന്ന വീഡിയോയിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും അത് വേർതിരിച്ച് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഈ എല്ലാം കഥാരൂപത്തിലാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടുത്തെ കഥയെന്ന് പറയുന്നത് ഈ ശിവൻ്റെ മടിയിലിരുന്ന് പാർവതി ഇങ്ങനെ ചോദ്യം ചോദിക്കുകയാണ്, എന്താണ് ശുദ്ധബോധം, എന്താണ് പ്യുവർ കോൺഷ്യസ്നെസ് എന്ന് ചോദിക്കുമ്പോൾ അതിന് നേരിട്ട് ഉത്തരം പറയാതെ ഈ 112 മാർഗങ്ങളിലൂടെ അത് കണ്ടെത്താൻ പറ്റും എന്ന് അതിൻ്റെ എന്താണ് പറയുന്ന മാർഗം കൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ വെറും ഫിലോസഫി എന്ന് പറഞ്ഞാൽ തിയറി മാത്രമാണ്. തിയറി മാത്രം പഠിച്ചാൽ അതിലെത്താൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊരു പ്രാക്ടിക്കലായിട്ട് ഉള്ള സാധനമാണ് ഈ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് 112ഉം ആൾക്കാരെടുത്ത് ഉപയോഗിക്കാനല്ല പറയുന്നത്, ഓരോരുത്തർക്ക് ഏതാണോ ഏറ്റവും അനുയോജ്യം അത് മാത്രമേ അവരുപയോഗിക്കാവൂ. അപ്പം അത് ഉപയോഗിക്കണമെങ്കിൽ ഒരു ഗുരുവിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഇതിനെക്കുറിച്ച് അതോറിറ്റി ആയിട്ടുള്ള ഒരാൾ പറഞ്ഞു കൊടുത്താൽ മാത്രമേ. അതാണ് ഗുരുഗീതയിൽ ഇതേ ശിവൻ പാർവതിയോട് രഹസ്യമായിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു ഗുപ്ത വിദ്യയാണ്, ഒരു ഈസോട്ടിക് സയൻസാണ് ഈ പറയുന്ന ഇത്. അപ്പോൾ ഇത് അതീവ രഹസ്യമായിട്ട് അല്ലെങ്കിൽ ഈ ഇതിലൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാരെല്ലാം ഈ ഒരു പുസ്തകങ്ങളിലൂടെ ഇത് തൊടാതെ, ഇത് ചവിട്ടി കയറാതെ അവർക്ക് കടക്കാൻ സാധ്യമല്ല. അപ്പം അങ്ങനെയുള്ളൊരു ബുക്കിനെ ഇവർ രഹസ്യമായിട്ട് സൂക്ഷിക്കുന്നതല്ല. ഇത് അങ്ങനെ എല്ലാവർക്കും തുറന്നു കൊടുക്കേണ്ട ഒരു സാധനം അല്ലാത്തതുകൊണ്ട് അത് പൊതുവെ അങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നില്ലെന്ന് മാത്രം ഇതിനെ കണ്ടാൽ മതി. ഇനി വേറൊരു വാദം, ഭഗവത്ഗീത ഒരു ഫിലോസഫി ആണോ എന്ന് ചോദിച്ചാൽ അതിലും മെഡിറ്റേഷനെ കുറിച്ച് പറയുന്നുണ്ട്. മെഡിറ്റേഷനെ കുറിച്ച് അതിനകത്തും പറയുന്നുണ്ട്, എവിടെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതും ഒരു പ്യുവർ ഫിലോസഫി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഫിലോസഫി ആയിട്ട് നമുക്ക് ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ബുക്കുകളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ വിവേക ചൂടാമണി, അറ്റ് ദ ഫീറ്റ് ഓഫ് മാസ്റ്റർ, അത് വെറും ഫിലോസഫിക്കൽ ബുക്കാണ്. അതിൽ പ്രാക്ടിക്കൽ ഗൈഡ് ഇല്ല. അപ്പോൾ ഇതങ്ങനെയല്ല. ഇത് 112ഉം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ പ്രാക്ടീസ് പ്രോപ്പർ ഗൈഡൻസിലൂടെ ചെയ്താൽ അതിൽ ചില ധ്യാനമുറകളിൽ ഇൻസ്റ്റൻ്റായിട്ട് കിട്ടും.
ഓൺ ദ സ്പോട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പവർഫുള്ളാണ്. എന്നാൽ ഇത് ഗുപ്തമാണ്, ഇത് ഈസോട്ടിക്കാണ്. അപ്പോൾ ഈ ഈസോട്ടിക് നമ്മൾ പലപ്പോഴും പറയുമ്പം തിയോസഫി ഒരു ഈസോട്ടിക് സ്കൂളാണ്. അവിടെ ഇതുപോലുള്ള ടെക്നിക്കുകൾ ESലും അവിടെ ഇവിടെയൊക്കെ, അല്ലെങ്കിൽ അവരുടെ പല പുസ്തകങ്ങളിലും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കുന്നവർ മാത്രമേ അത് കടന്നു പോകുന്നുള്ളൂ. അവർ താഴോട്ട് പറഞ്ഞു കൊടുക്കാത്തത് വേറൊന്നും കൊണ്ടല്ല, തെറ്റായ കൈകളിലേക്ക് ഇത് രാവണൻ്റെ കയ്യിൽ എത്തിയാൽ എന്താ ഒരു രാജ്യത്തിന് സംഭവിക്കും എന്നുള്ളതുപോലെ, ശ്രീലങ്കയെ പോലെ കത്തുന്നത് പോലെ ആയിപ്പോകുന്നുള്ളത് കൊണ്ടായിരിക്കാം അവർ ഇത് ചർച്ച ചെയ്യപ്പെടാത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ ഇനി നമ്മൾ ഈ ധ്യാനത്തെയോ മെഡിറ്റേഷനെയോ എതിർത്തിട്ട് കാര്യമില്ല. ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടെന്നും ഇവിടുത്തെ എല്ലാ ഋഷി മഹേശ്വരന്മാരും ശങ്കരാചാര്യരുൾപ്പെടെ എല്ലാ ആശാന്മാരും ഈ സാധനം ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് ഒരു തുറന്ന സത്യമാണ്. അപ്പോൾ അതൊരു തിയറിറ്റിക്കലി നമ്മളിത് പറയുന്നുണ്ടെങ്കിലും ഒരു പ്രാക്ടിക്കലായിട്ട് ഈ വഴിയിലേക്ക് ആർക്കെങ്കിലും വരാൻ താല്പര്യമുണ്ട്, അവർക്ക് അഡ്വാൻസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ അതോറിറ്റി ബുക്ക്. പതഞ്ജലി യോഗയല്ല. പതഞ്ജലി യോഗ എല്ലാത്തിനെയും കുറിച്ചും പറയുകയാണ്. ഇത് ധ്യാനത്തിൻ്റെ അതോറിറ്റി ബുക്ക് ഇതാണ്. ഇപ്പം ഈ പറയുന്ന വിജ്ഞാന ഇതെന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഈ ഒരു വിജ്ഞാന ഭൈരവ തന്ത്ര എന്ന് പറയുന്ന ഈ ഒരു സാധനം, ഇതിന് ചില സ്ഥലത്ത് എന്തോ ഒരു ഉപനിഷത്ത് എന്നൊക്കെ ഇവർ പല പേരുകളിൽ വിളിക്കുന്നുണ്ട്. പക്ഷേ ഇതാണ് അതിൻ്റെ അതോറിറ്റി ബുക്ക്. കാര്യം ഇതല്ലാതെ ഈ വിവിധ തരം ധ്യാനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മറ്റ് ഒരു അതോറിറ്റി ബുക്കും നിലവിലില്ല. അപ്പം ഇത് ഈ ഒരു സബ്ജക്റ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ബുക്കാണ്. ഇത് പലരും ഇംഗ്ലീഷിലും പല ഭാഷകളിലും തർജ്ജമ ചെയ്തിട്ടുണ്ട്, പലരും ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മെറ്റീരിയൽ ഇഷ്ടം പോലെ അവൈലബിളാണ്. പിന്നെ വാസിഷ്ടം എന്ന് പറയുന്ന പുസ്തകം പോലെ വാസിഷ്ടവും പൊതുവെ അങ്ങനെ എവിടെയും ചർച്ച ചെയ്യാറില്ല. അതും അല്ല, അത് ഫിലോസഫി ആണെങ്കിൽ പോലും അത് ഫിലോസഫിയിലെ അൾട്ടിമേറ്റ് സാധനമാണ്. എന്ന് പറഞ്ഞാൽ അതവർ ചർച്ച ചെയ്യാത്തത് എന്താന്ന് പറഞ്ഞാൽ, ഒരു പക്ഷേ താഴെ കിടക്കുന്ന പുസ്തകങ്ങൾ വായിച്ചാൽ മനസ്സിലാവാത്തവരടുത്ത് വാസിഷ്ടം പറയണ്ടെന്നുള്ളതായിരിക്കും. അത് തന്നെ ഞാൻ അതായത് അതിൻ്റെ കഥാ ഇതിവൃത്തം ഇതാണ്. ശ്രീരാമൻ എനിക്ക് രാജ്യം ഭരിക്കേണ്ട, എനിക്ക് സന്യാസി ആയാൽ മതി എന്ന് പറഞ്ഞിട്ട് രാജ്യം ഉപേക്ഷിച്ച് ബുദ്ധനെ പോലെ റോഡിലോട്ട് ഇറങ്ങിയ സമയത്ത് വസിഷ്ഠൻ വന്ന് ഉപദേശിക്കുകയും ആ ഉപദേശം കേട്ടതിന് ശേഷം ബുദ്ധൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ശ്രീരാമൻ രാജ്യം ഭരിച്ചത് അത് കേട്ടിട്ടാണ്. മെസ്സേജ് രണ്ടും ഒന്ന് തന്നെ. ഭഗവത്ഗീതയിൽ പറയുന്ന സെൽഫ്ലെസ് ആക്ഷൻ തന്നെയാണ് ഇവിടെയും പറയുന്നത്. അവിടെ യുദ്ധം ചെയ്യാൻ പറയുന്നു, ഇവിടെ രാജ്യം ഭരിക്കാൻ പറയുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരേ മെസ്സേജാണ്. പക്ഷെ എന്തുകൊണ്ട് വാസിഷ്ഠൻ ചർച്ച ചെയ്യുന്നില്ലെന്ന് ചോദിച്ചാൽ, വാസിഷ്ഠം ഞാൻ മനസ്സിലാക്കിയതും ഈ റിയലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അവർ റിയലൈസ് ചെയ്തതിന് ശേഷമാണ് വാസിഷ്ഠം അവർക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. അപ്പം അതുകൊണ്ടായിരിക്കാം. എന്തായാലും ഇതൊക്കെയാണ് ഇതിനകത്ത് അൾട്ടിമേറ്റ് ബുക്കുകൾ. പക്ഷേ ഒരു സ്ഥലത്തും ഈ അൾട്ടിമേറ്റ് ബുക്കുകളൊന്നും ചർച്ച ചെയ്യുന്നതായിട്ട് ഞാൻ കാണാറില്ല. ഒരുപക്ഷെ ചിലപ്പോൾ അതിന് ആവശ്യക്കാരില്ലാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ US പോലുള്ള വളരെ രഹസ്യമായിട്ടുള്ള ചർച്ചകളോ ഫ്രീ മേസൺ പോലുള്ള രഹസ്യ ചർച്ചകളിനകത്തൊക്കെ ഇത് ഉണ്ടായിരിക്കാം. നമുക്ക് അറിഞ്ഞുകൂടാ. കാര്യം നമ്മളിതിനകത്ത് ഇല്ലാത്തത് കൊണ്ട് നമുക്കതിനകത്തെ കാര്യം അറിഞ്ഞുകൂടാ. അത് ഞാൻ ഡേറ്റ് നോക്കിയില്ല. ഏതൊക്കെ ദിവസങ്ങളാണ് അത്? സബ്ജക്റ്റ് ഇന്റർനാഷണൽ സെമിനാർ ആണെന്നും ശങ്കരാചാര്യരെന്നും കണ്ടു. അത് ഞാൻ കണ്ടു. അല്ല, ഒരു മിനിറ്റ്. അത് ഒരു മിനിറ്റ്. അത് സാറ്റർഡേ സൺഡേ ആണോ? അതായത് ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ആണോ അത്? ഒരു മിനിറ്റ്. അത് 3 ദിവസവും ശങ്കരാചാര്യരുടെ അല്ലേ? നോക്കട്ടെ. ഒരു മിനിറ്റ്. ഞാൻ എന്തായാലും സാറിൻ്റെ അടുത്ത് അത് ചോദിക്കാതിരുന്നാണ്. അതിന് രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടോ,
അതെങ്ങനെയാണെന്നൊക്കെ അത് അവിടെ വിളിച്ച് ചോദിക്കണം. കോൺടാക്ട് നമ്പർ ഉണ്ടല്ലോ. ഒരു മിനിറ്റ്. സാർ അയച്ചത് കിട്ടി. അതിനകത്ത് സെൻറ്റർ ഫോർ വേദാന്ത സ്റ്റഡീസാണ് നടത്തുന്നത്, യൂണിവേഴ്സിറ്റി ഓഫ് കേരള, കാര്യവട്ടം, തിരുവനന്തപുരം. ഇവിടെ അല്ലേ? നോക്കട്ടെ. ഇവിടെ വെച്ചാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫിലോസഫിക്കൽ റിസർച്ച് ജോയിൻ്റ്ലി ഓർഗനൈസ് 3-day ഇന്റർനാഷണൽ സെമിനാർ ഫിലോസഫി ഓഫ് ശ്രീ ശങ്കരാചാര്യർ ഫോർ വികാശിഷ്ട് ഭരത് 2047, സെനറ്റ് ഹാൾ, യൂണിവേഴ്സിറ്റി ഓഫ് കേരള, പാളയം. പിന്നെ പ്രോഗ്രാം ഷെഡ്യൂളേ ഉള്ളൂ, അല്ലാതെ അതിനകത്ത് ടോപ്പിക്കുകളൊന്നും കൊടുത്തിട്ടില്ല. 3 ദിവസം എന്തൊക്കെ നോക്കട്ടെ. നിക്ക്. പ്രിഡിക്റ്റഡ് ഫോൺ നമ്പേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല. ഇത് ഒരു മിനിറ്റ് സാറേ, ഞാൻ നോക്കട്ടെ. 6, 7, 8 എന്ന് പറഞ്ഞാൽ ഡേറ്റ്. സാറിൻ്റെ അവിടെ കലണ്ടർ ഉണ്ടോ റൂമിൽ? ഒന്ന് നോക്കി. 6, 7, 8 എന്ന് പറയുന്നത് വെള്ളി, ശനി, ഞായറാണോ? കേട്ടില്ല. എന്താ? മൺഡേ, ട്യൂസ്ഡേ. അത് ശരി. അങ്ങനെ 3 ദിവസമാണ്. ശരി. ഓക്കെ. അത് അപ്പം അത് അന്വേഷിക്കാം നമുക്ക്. അത് സാർ അന്വേഷിച്ചിട്ട് പറഞ്ഞാൽ മതി. അതിൻ്റെ ടൈമും ഇതും കാര്യങ്ങളും പറഞ്ഞാൽ മതി. പിന്നെ അപ്പം നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യാതെ ആരും ഇന്ന് വരെ ലോകത്ത് റിയലൈസേഷനിൽ എത്തിയിട്ടില്ല, ബോധോദയം കിട്ടിയിട്ടില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ നമ്മൾ ഞാനൊക്കെ തെറ്റായി വിചാരിച്ചു ഈ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ടെക്നിക്കാണെന്നും കണ്ണടച്ച് കണ്ണ് തുറന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനത്തിനെ കണ്ട് എന്നൊക്കെ വിചാരിച്ചിരുന്നത് തെറ്റാണ്. അത് പലതരം മെഡിറ്റേഷനുണ്ട്. അതിൽ മന്ത്രമുണ്ട്, പിന്നെ ഗേസിംഗ് ഉണ്ട്, പിന്നെ വെറുതെ ഇരിക്കുന്നതുണ്ട്, ബ്രെത്ത് കൺട്രോളുണ്ട്. അങ്ങനെ പല ലെവൽ 7, 6, 3 തിരിച്ച് 112 പല ലെവലിൽ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ക്ലബ് ചെയ്തിട്ടുള്ള ഒരു അതോറിറ്റേറ്റീവ് ബുക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബുക്ക് ഇല്ലാതെ, അല്ലെങ്കിൽ ഇതൊരു റെഫറൻസിന് നമ്മുടെ കയ്യിൽ ഇല്ലാതെ നമുക്ക് മെഡിറ്റേഷനെ കുറിച്ച് ഒരു അക്ഷരം പറയാനോ അല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാനോ പാടില്ലാത്തതാണ്. എന്റെ ഒരു അറിവ് ഞാൻ പറയാൻ പോവാ. ഈ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനം എന്ന് പറയുന്നത് മുമ്പ് പറഞ്ഞ കണ്ടുപിടിച്ചിരിക്കില്ല. ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കും. ബാക്കി വിഷയങ്ങൾ ഒന്നും ഡിസ്റ്റർബ് ചെയ്യാതെ ഒന്നിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതാണ് മെഡിറ്റേഷൻ. അല്ല, അത് സാറ് പറഞ്ഞത് കറക്റ്റാണ്. ഈ 112 വെദർ ഇറ്റ് ഈസ് ഓബ്ജക്റ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അല്ല സാറേ, അത് അല്ല, അതാ ഞാൻ പറഞ്ഞത് സാറേ. സാറിപ്പോൾ പറഞ്ഞില്ലേ, ഇത് ശരിക്കും പറഞ്ഞാൽ ഈ 112 പിന്നെയും ഒരു 9 തിരിച്ചിട്ടുണ്ട്. ആ 9 തിരിച്ചതിൽ ഇപ്പൊ സാറ് പറഞ്ഞ കണക്ക് ഒബ്ജക്റ്റ് ഇല്ലാത്ത മെഡിറ്റേഷൻ, ഒബ്ജക്റ്റ് ഉള്ള മെഡിറ്റേഷൻ, പിന്നെ ശ്വാസം വെച്ചുള്ള മെഡിറ്റേഷൻ, വെറും കേസിങ്, അതായത് വെറുതെ കാണുക. അപ്പം എല്ലാം, അതായത് നമ്മൾ എല്ലാം സാറേ, ഞാനതാ പറഞ്ഞത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് ഇതിനെക്കുറിച്ചൊരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു അറിവ്, നമ്മുടെ സെക്രട്ടറി പറഞ്ഞ കണക്ക് നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ല എന്ന് പറയുന്നത് സത്യമാണ്. കാര്യം ഈ ഒരു മെഡിറ്റേഷനെ കുറിച്ച് ഇങ്ങനെ ഒരു ആധികാരികമായിട്ടൊരു ഗ്രന്ഥം ഉണ്ടെന്നും നമ്മൾ നിരന്തരം ഇപ്പൊ കാറ്റ് നമ്മുടെ ദേഹത്ത് കൊള്ളുമ്പോൾ നമ്മൾ ഫീൽ ചെയ്യാന്ന് പറയില്ലേ, അതൊരു മെഡിറ്റേഷനാണ്. അത് ഈ സൂത്രത്തിലുണ്ട്. അല്ല, ഇതിനകത്തുണ്ട്. അത് ഏത് ടൈപ്പാണെന്ന് നമുക്കിനി ആധികാരികമായിട്ട് പറയാൻ പറ്റും. അത്രേ ഉള്ളൂ. പേര് ഇതിനകത്തുണ്ട്. അത് നമ്മൾ റെഫറൻസ് ബുക്കല്ലേ, നമ്മൾ കാണാതെ പഠിക്കണ്ട. നമ്മൾ ആ റെഫറൻസ് ബുക്ക് എടുത്തിട്ട് അതിൽ ഏതാണെന്ന് നമ്മളിപ്പോൾ കോടതിയിൽ പോകുമ്പോൾ കേസ് കോട്ട് ചെയ്യുന്നത് പോലെ ആ റെഫറൻസ് ബുക്ക് നോക്കി പറയാവുന്നേ ഉള്ളൂ.
അതെ. അപ്പം അതിൻ്റെ ഒരു ഇനിഷ്യലാണ്. നമ്മുടെ ഭഗവത്ഗീതയിൽ പറയുന്ന ഒരു മെഡിറ്റേഷൻ ഉണ്ട്. നിങ്ങൾ തറയിലിരിക്കരുത്, പുൽമേട്ടിലിരിക്കണം, പിന്നെ നേരെ ഇരിക്കണം എന്നൊക്കെ ജനറലായിട്ട് പറയുന്നുണ്ട്. ഒരു സ്ഥലത്തിരിക്കണം. അപ്പോൾ അതെല്ലാം ഈ പുസ്തകത്തിൽ വളരെ ആധികാരികമായിട്ട്. ഇനി കുണ്ടലിനി യോഗ ഉണ്ടല്ലോ, കുണ്ടലിനി യോഗ, അതിനെക്കുറിച്ച് ഒരു 7-8 മെഡിറ്റേഷൻ പറയുന്നുണ്ട് ഇതിനകത്ത്. അപ്പം ചുരുക്കം പറഞ്ഞ ഈ ബോധോദയത്തിലേക്ക് എത്താൻ അതിനുള്ള മാർഗങ്ങൾ, നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ വഴികൾ, മെഡിറ്റേഷൻ, ധ്യാനം എന്ന് പറയുന്ന അതിന് 112 വഴികളുണ്ടെന്നും അതിൽ ഏത് വഴിയാണോ നിങ്ങൾക്ക് അനുയോജ്യം, അത് നിങ്ങൾ തന്നെ, ഭക്ഷണം ഏതാണോ നമുക്ക് അനുയോജ്യം, മരുന്ന് ഏതാണോ നമുക്ക് അനുയോജ്യം, ഏത് ചെടിയാണ്, മരുന്ന് ഉദ്ദേശിക്കുന്ന ചെടിയാണ്, ഇന്നത്തെ മരുന്നല്ല, അത് ഏത് ചെടി ഏതാണ് ഒരു അസുഖം വരുമ്പോൾ നമുക്ക് മരുന്നാണെന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയുന്നോ, അല്ലാതെ തെറ്റായ ഒരു ഇല എടുത്ത് കഴിച്ച ആൾ തട്ടിപ്പോകുമെന്ന് പറയുന്നത് പോലെ ഇത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അപ്പോൾ അതിൽ അറിവുള്ള ആൾക്കാരുടെ ഗൈഡൻസ് എടുത്തു പോവുകയോ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഏകലവ്യനായി ഈ സാധനത്തിനെ കണ്ടെത്തിയിട്ട് മാത്രമേ പരീക്ഷിക്കാവൂ. അല്ലാതെ പരീക്ഷിച്ചാൽ നമ്മുടെ മനസ്സിനും ശരീരത്തിനും താങ്ങാൻ പറ്റാത്തതാണെങ്കിൽ ആൾക്ക് അപായം വരെ ഉണ്ടാവാമെന്ന് ഇതിൽ തന്നെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു സാധനം. ഇനി സാറ് സൺഡേ പോകുമ്പം, നേരത്തെ പോകുമ്പോൾ സാറ് നേരത്തെ വരുമ്പോൾ സാറ് വെറുതെ ഈ ഒരു സൂത്രത്തെക്കുറിച്ച് ചോദിച്ചു നോക്ക്. അങ്ങനെ ആധികാരികമായിട്ട് സംസാരിക്കും. എന്നുവെച്ചാൽ അവർക്ക് ഈ പുസ്തകങ്ങളൊക്കെ, നമ്മളിപ്പോൾ ഇത് കേൾക്കുകയും നമുക്ക് വലിയ പുതുമ തോന്നുന്നുണ്ട്, പക്ഷെ അവരിത് അരച്ചു കുടിച്ചിട്ടാണ്, ഇതിലൂടെ കടന്നാണ് അവർ പലതും ശ്രമിച്ചു നോക്കുന്നത്. അപ്പം നമ്മൾ ഈ മെഡിറ്റേഷന് എതിര് പറയുമ്പോൾ ഇവർ മനസ്സിൽ നമ്മളെ കളിയാക്കുമായിരിക്കും. ഇവന്മാർ ഇതൊന്നും നോക്കാതെ ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറയണത്. ഈ JK ചെയ്തുകൊണ്ടിരുന്ന മെഡിറ്റേഷനും രമണ മഹർഷി ചെയ്തുകൊണ്ടിരുന്നതും എല്ലാം ഇതിനകത്തുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യുകയും ചെയ്യാതിരിക്കുകയും വെറുതെ ഇരിക്കുന്നതും മെഡിറ്റേഷനാണ്. ബുദ്ധൻ്റെ മെഡിറ്റേഷനാണ്. ബുദ്ധൻ്റെ ആനാപാന സതി മെഡിറ്റേഷൻ ഉണ്ടല്ലോ, വിപാസന, അതാണ് ആദ്യത്തെ സൂത്രം. 112 ആദ്യത്തെ സൂത്രം അതാണ്. ഒന്നുമില്ല, അത് പറയുന്നത് വളരെ സിമ്പിളാണ്. നിങ്ങൾ ശ്വാസം എടുത്തിട്ട് ശ്വാസം വിടുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് ബോധോദയം കിട്ടും. ബുദ്ധൻ അങ്ങനെയാണ് കിട്ടിയത്. രണ്ടാമത്തെ സൂത്രത്തിലും നിങ്ങൾ പോണ്ട, 112 വരെ പോണ്ട. ആദ്യത്തെ സൂത്രം തന്നെ ബുദ്ധൻ പ്രാക്ടീസ് ചെയ്തതാണ്. അപ്പം വളരെ നമുക്കിത് കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും, പക്ഷേ ഇത് നമ്മൾ ഈ സംസാരിക്കുന്ന ഫിലോസഫിയാണ്, തിയറിയാണ്. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് 7 ദിവസം, 14 ദിവസം, 21 ദിവസം, 45 ദിവസം, അങ്ങനെ 64 ദിവസം അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വരുന്ന ഒരാൾക്ക് മാത്രമേ ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടൂ. അത്രേ ഉള്ളൂ. രാവിലെ 3 മണിക്ക് എണ്ണീറ്റാൽ എന്താ ഗുണം എന്ന് പലരും പറയുന്നുണ്ട്, പക്ഷെ രാവിലെ 3 മണിക്ക് എണ്ണീറ്റ് ഇത് ചെയ്ത് നോക്കിയിട്ടുള്ളവർക്ക് മാത്രമേ, റഹ്മാൻ മാത്രമേ രാവിലെ 7 മണിക്ക് മ്യൂസിക് പാട്ട് കമ്പോസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് മാത്രം റഹ്മാന് മാത്രമേ ഓസ്കർ കിട്ടിയുള്ളൂ. എന്ന് പറയും നാളെ നമ്മൾ രാവിലെ എണീറ്റ് 3 മണിക്ക് മ്യൂസിക് ചെയ്താൽ ഓസ്കർ കിട്ടും എന്നല്ല അർത്ഥം. നമ്മുടെ എഫിഷ്യൻസി കൂടും എന്നാണ്, അത്രേ ഉള്ളൂ. കറണ്ട് എഫിഷ്യൻസി കൂടും. അപ്പം അതുകൊണ്ട് ഇതിപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് ഈസോട്ടിക് സൈഡാണ്. ഈസോട്ടിക് ഗുപ്തവിദ്യയാണ്. അപ്പം ഇതൊരിക്കലും ഇത് രഹസ്യമാണ്. ഇതിപ്പോൾ അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇതിന് ഭഗവത്ഗീത തന്നെ പറയുന്നത് ഗുപ്തവിദ്യയാണ്. ഇത് രഹസ്യത്തിൽ പരം രഹസ്യമാണ്, നീ എൻ്റെ സുഹൃത്തായതുകൊണ്ട് മാത്രമാണ് നിനക്ക് ഞാൻ പറയുന്നുണ്ട്. അപ്പം ഇതിനകത്ത് ഈ പര പിന്നെ അപര, സാറ് പറയുന്ന ശുദ്ധബോധം, ബോധം, പിന്നെ അങ്ങനെ പറയുന്നുണ്ട്. ഒന്നിൽ ബിയോണ്ട് സൗണ്ടും ബിയോണ്ട് ബോഡിയുമാണ്. എന്ന് പറഞ്ഞാൽ ശബ്ദങ്ങൾക്ക് അതീതം എന്ന് പറയുമ്പോൾ നാമരൂപം ഇല്ല. പക്ഷേ പാർവതി എന്ന് പറയുന്നത് ശക്തിയുടെ ഫോമാറ്റായിട്ട് കാണിക്കുന്ന എന്തിനാന്ന് പറഞ്ഞാൽ, നമ്മളൊരു മനുഷ്യ ശരീരത്തിൽ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ കോൺഷ്യസ്നെസ്സിൽ എത്തുക എന്നുള്ളതാണ് പരാശക്തി നമ്മളെ കാണിക്കുന്നത്. അതാണ് രണ്ടാമത്തെ ഫോം. മൂന്നാമത്തെ ഫോമാണ് നമ്മൾ വിചാരിക്കുന്നത് ഈ റെയിൻബോയുടെ 7 കളറാണ് സത്യം, വെള്ളയല്ല ഒറിജിനൽ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന
ഒരു തലമുണ്ട്. അതാണ് മായ അല്ലെങ്കിൽ ഇല്യൂഷൻ എന്ന് ഇവർ പറയുന്നത്. അതെ. അപ്പം ഈ മൂന്നിനെയും കടന്നാലേ ആ മറ്റേതിലേക്ക് വരൂ, വരുള്ളൂ. അതെ. പ്യുവർ കോൺഷ്യസിലേക്ക് വരത്തുള്ളൂ. ഈ ഈ മുകളിലുള്ള കടക്കുന്ന പടികളുണ്ടല്ലോ, ആ ആ അതിന് ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങളുണ്ട്. ആ ആ നിങ്ങളുടെ ഈ പരാപര എന്നൊക്കെ പറഞ്ഞില്ല, അന്നേരം ഞാൻ വേറൊരു കാര്യം പറയാൻ പോവാ. ആ ആ എന്റെ ഈ വന്ദേ ഗുരുപരമ്പര ഉണ്ട്. വന്ദേ ഗുരുപരമ്പര ആ കേട്ടിട്ടുണ്ടോ? ഏതാ വന്ദേ ഗുരുപരമ്പര അതെന്തോ പറഞ്ഞാൽ എനിക്കറിയാമായിരിക്കും. എന്താ അത്? കേട്ടിട്ടുണ്ടോ? അങ്ങനെല്ലാം കേട്ടിട്ടുണ്ടോ? അല്ല, ഗുരു പരമ്പര എന്ന് കേട്ടിട്ടുണ്ട്. അതിന് മുമ്പ് സാറ് പറഞ്ഞു ഗുരുപരമ്പര, വന്ദേ ഗുരുപരമ്പര. അതെന്തോ എനിക്ക് അറിഞ്ഞൂടാ, പറഞ്ഞേ. അതായത് ഗുരു പരമ്പരകൾക്കും ആ ഗുരു പരമ്പരക്ക് വഴി കിട്ടിയ ജ്ഞാനത്തിനും നമസ്കാരം. ഓ ഓ ഓ ഓ ഓ ആ ആ ഗുരുവിന് മാത്രമല്ല, ഗുരുവിനെ അല്ല വന്ദിക്കുന്നത്, ഗുരു പറഞ്ഞു തന്ന ആ ജ്ഞാനത്തെ കൂടെ വന്ദിക്കുക. ആ ഹാ 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 ഓക്കെ ഓക്കെ. അതായത് മനസ്സിലായി. യഥാർത്ഥ അറിവെന്ന് പറയുന്നതിന്, അതായത് നമുക്ക് പകർന്നു തന്ന ശരീരമോ ശബ്ദത്തെയോ അല്ല, ആ യഥാർത്ഥത്തിലുള്ള കറണ്ടിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ലൈറ്റും ഫാനും അല്ല, യഥാർത്ഥ ആ ഒരു എന്താണ് പറയുന്നത്, ഫോം ചെയ്യുന്ന ആ സോഴ്സിനെ നമ്മൾ അല്ല, ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ ഇതിനെ ട്രാൻസെൻഡ് ചെയ്യുമ്പം ആ സോഴ്സും നമ്മളും വേറെ അല്ല. ശരിക്കും പറഞ്ഞാൽ സാറേ, ഈ ആദ്യത്തെ ഇതിനകത്ത് ഇവർ ഈ ശ്വാസത്തെ ശ്രദ്ധിക്കാൻ പറയുന്നത് എന്താ അറിയോ? അതിന്റെ കോൺസെപ്റ്റ് ഞാൻ പറയാം. അതിന്റെ കോൺസെപ്റ്റ് ഇവർ പറയുന്നത്, നമ്മൾ ഈ ബ്രെത്ത് എന്ന് പറയുന്നത് പ്രാണനാണ്. പ്രാണൻ എന്ന് പറഞ്ഞാൽ പ്രാണായാമ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മുടെ സത്താണ് പ്രാണ എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രാണനെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം എടുക്കുമ്പം ശരിക്കും നമ്മുടെ ലൈഫ് ഇതിനെ നമ്മൾ എടുക്കുകയാണ്. എടുത്തിട്ട് നമ്മളിത് പോസ് ചെയ്യുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ശരീരമല്ല, ഞാൻ യഥാർത്ഥത്തിൽ അതാണ് എന്ന് പ്രാണനാണെന്ന് ബോധ്യപ്പെടുകയും, ശരിക്കും നമ്മൾ ഈ ശ്വാസത്തെ വിടുമ്പം അത് ഡെത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ശരീരമല്ല എന്ന ബോധ്യത്തോടെ കൂടി ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഞാൻ ശബ്ദത്തിന് അതീതനായി മാറിക്കഴിഞ്ഞു. ഞാൻ ശരീരമല്ല. ഇതാണ് ആ പ്രാക്ടീസ്. ഇത്രയേ ഉള്ളൂ. ഇതാണ് ആദ്യത്തെ സൂത്രം. ഇത്രയും മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ. അപ്പം ഇത് വേറൊരു കാര്യങ്ങളുണ്ട്. ഇതൊരു 24/365 ആണ്. ഉദാഹരണത്തിന്, ഞാൻ ഇപ്പോൾ സാറിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴും ഞാൻ ഓരോ വാക്കുകളുടെ ഇടയ്ക്കും ഞാൻ ഈ സാധനത്തിനെ ശ്രദ്ധിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ എൻ്റെ സംഭാഷണം കേൾക്കുമ്പോൾ തന്നെ സാറിന് മനസ്സിലാവും ഞാൻ അതിലാണെന്ന്. നമ്മൾ പലരുടെയും സംഭാഷണം കേൾക്കുമ്പോൾ സാർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വാക്കുകളൊക്കെ വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. ഈ സ്ലോ ആയിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർ ഈ പ്രാണനിൽ നിന്നും വിടാതെയാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ സംഭാഷണത്തിലുള്ള ആസക്തി കാരണം നമ്മൾ ആ പ്രാണനിൽ നിന്ന് വിട്ട് നമ്മുടെ ആ വാക്കുകളിലേക്ക് കടന്നാണ് നിൽക്കുന്നത്. നമ്മൾ യഥാർത്ഥ സോഴ്സിലല്ല. അല്ല, അത് ഞാൻ താങ്കളോട് പണ്ടേ പറഞ്ഞിട്ടുണ്ടാവും, അതിന്റെ സംസാരം കേട്ടാൽ മതി അയാളെ നമുക്ക് മനസ്സിലാക്കാം. അതിതാണ് സംഭവം. സാർ ശ്രദ്ധിച്ചു നോക്കി അറിയാം, ഇവരുടെ സംഭാഷണം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇതിങ്ങനെ പോസ് ചെയ്തിട്ടാണ്. എന്ന് വെച്ചാൽ അവർ ഈ പ്രാണനിൽ നിന്ന് അവർ മാറത്തില്ല. അതായത് അത് നമുക്ക് എല്ലാവർക്കും പറ്റും. നമ്മളിത് പ്രാക്ടീസ് ചെയ്താൽ പറ്റും. ഈവൻ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും ശ്രദ്ധിച്ചു നോക്കിയാൽ സ്ലോ ആയിട്ടാണ്. ആ സ്ലോ എന്ന് പറഞ്ഞാൽ അവർ ഈ ഓരോ സെക്കൻഡും ഈ ശ്വാസം എടുത്ത് ശ്വാസം വിടുന്നതിനിടയ്ക്കുള്ള ആ കോൺഷ്യസ്നെസ് ഫീൽ ചെയ്യും. അപ്പോൾ പിന്നെ വേറെ ശ്രദ്ധകള്, വേറെ ചിന്തകളൊന്നും വരത്തില്ല. നമ്മൾ ഫുൾ ടൈം കോൺഷ്യസിലായിരിക്കും, ഫുൾ ടൈം. പക്ഷെ അവിടെ ഒരു വിഷയം സംഭവിക്കും. എന്താ സംഭവിക്കുന്ന അറിയാം? നമുക്ക് ബുദ്ധന്റെ ഭാഷയിൽ പറഞ്ഞാൽ നിർവ്വാണം സംഭവിക്കും. ഇനി ഇവിടെയാണ്, നമ്മൾ കേരളത്തിലാണ് പറയുന്നതെങ്കിൽ നമ്മൾ പറയും ബോധോദയം കിട്ടിയെന്ന് പറയും. എന്ന് വെച്ചാൽ ബോധോദയം ഉണ്ടാവും. എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് പറയുന്നത്, ഋഷി മഹേശ്വരന്മാരുടെ ആ ശങ്കരാചാര്യരിനെയൊക്കെ എബവ് ലെവലിലേക്ക് നമ്മൾ കടക്കും. അപ്പോൾ ആ സ്റ്റേജിൽ കടന്നാൽ പിന്നെ ഒരു സാധാരണ ലെവലിലേക്കൊന്നും
നമുക്ക് ആൾക്കാർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യാനോ ഒന്നും പറ്റാത്ത ഒരു സ്റ്റേജിലേക്ക് ചെല്ലും എന്നുള്ളത് കൂടെ മനസ്സിലാക്കിയിട്ട് വേണം ഈ പാത പിടിക്കാൻ. അല്ലാതെ ഉള്ളവർ ഈ പാതയിലേക്ക് പിടിക്കരുത്. കാര്യം പിടിച്ചു കഴിഞ്ഞ് നിങ്ങൾ അപ്പുറത്തേക്ക് ചെന്നിട്ടേ തൽക്കാലം ഇനി എനിക്കിത് വേണ്ട, ഞാൻ തിരിച്ചു പോകണമെന്ന് പറഞ്ഞാൽ തിരിച്ചു പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊരു ശരിക്കും പറഞ്ഞാൽ സാറ് പറഞ്ഞ കണക്ക് ഒരാൾ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അല്ല, പിന്നെ ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. അറിവുള്ളവൻ സംസാരിക്കത്തില്ല, സംസാരിക്കുന്നവന് അറിവില്ല എന്ന് പറഞ്ഞാൽ സംസാരിക്കും തോറും ഉണ്മയിൽ നിന്ന് വിട്ട് പോകേണ്ട ഒരവസ്ഥ വരും. പക്ഷെ യഥാർത്ഥ ബുദ്ധനെ പോലുള്ള ഇതുപോലുള്ള നിർവ്വാണം അല്ലെങ്കിൽ ഈ ഒരു സൂക്തം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ ആ ഉണ്മയിൽ നിന്നുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അയാൾ ഒരിക്കലും അയാൾക്ക് മറ്റേതിനോട് ആസക്തിയില്ല. ഇപ്പം രമണ മഹർഷി എടുത്ത് സംസാരിക്കുമ്പോൾ രമണ മഹർഷി എടുത്ത് ഇപ്പം ഒരാൾ പറയാം ഞാൻ ഗണപതിയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് പറയുമ്പോഴേ രമണ മഹർഷി പറയുന്നത് എന്താ, നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ, കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്തെന്നറിയാം, നമ്മൾ അയ്യോ അത് വേണ്ട എന്ന് നമ്മൾ അതിനെ തടുക്കാൻ നിൽക്കും. അവിടെ അങ്ങനെയല്ല. അവിടെ എന്ന് പറഞ്ഞാൽ അങ്ങേര് ആ പ്രാണനെ നിന്നുകൊണ്ട് തന്നെ ഈ ലോകത്ത് നടക്കുന്നതെല്ലാം മായയാണ് എന്ന് പറഞ്ഞാൽ ഈ ആള് തന്നെ ഇല്ല. ഈ ആള് പിന്നെ ഗണപതിയെ പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറയുന്ന സാധനത്തിനെല്ലാം അങ്ങനെ കണ്ടുകൊണ്ടാണ് ആ വാക്കുകളിലെല്ലാം ഇവിടെ എന്ത് സ്വാതന്ത്ര്യ സമരം, എന്ത് ലോകമഹായുദ്ധം. അപ്പൊ അവര് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഡ്രീം സ്റ്റേറ്റ് ആണ്. അതായത് ഇതൊരു സിനിമ സ്ക്രീനിൽ ഓടുന്നത് പോലെ കാണുന്ന കാഴ്ചകളെ എല്ലാം അവർ യഥാർത്ഥത്തിൽ നമ്മളൊരു സ്വപ്നത്തെ കാണുന്നത് പോലെ അവര് സംസാരിക്കുന്നത് അങ്ങനെ. അതാണ് അവരുടെ സംഭാഷണം. സാറ് പറഞ്ഞ കണക്ക് അങ്ങനെയുള്ള സംഭാഷണം കേൾക്കുമ്പം നമുക്ക് ഉറപ്പായിട്ടും മനസ്സിലാവും ആ ആള് യഥാർത്ഥത്തിലെ കോൺഷ്യസ്നെസ്സിലാണ് എന്ന് നമുക്ക് മനസ്സിലാവും. സാറ് പറഞ്ഞ സത്യമാണ്. ഒരു സംഭാഷണം, ഒരാളുടെ ഒരു സെന്റൻസോ ഒരു സെന്റൻസ് മതി. രണ്ടാമത്തെ സെന്റൻസിൽ നമ്മൾ നിൽക്കരുത്. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സെന്റൻസിലേ നമുക്ക് മനസ്സിലാവും ഈ ആൾ ഏത് ലെവലിലാണ് നിൽക്കുന്നതെന്ന്. പിന്നെ നമ്മൾ ആളിനെ ഉപദ്രവിക്കരുത്. പിന്നെ നമ്മൾ അയാളടുത്ത് ചോദ്യം ചോദിച്ച് പോയി കഴിഞ്ഞാൽ അയാൾക്ക് ദേഷ്യം വരും. പിന്നെ അയാൾ നമ്മളെ കൊഞ്ഞനം കാണിക്കും. അത് അങ്ങനെ പോവും. അതുകൊണ്ട് നമ്മളത് ഇനി അങ്ങനെ ലെവലിലുള്ള ഒരാൾ വരുമ്പോൾ ഒരു ഗുണം എന്താ അറിയാം, നമ്മളും ആളും തമ്മിൽ കൂടുതൽ സംസാരിക്കേണ്ടി വരത്തില്ല. കാര്യം നമ്മൾ പറയുന്നതെല്ലാം പുള്ളി അംഗീകരിക്കും, പുള്ളി പറയുന്നതെല്ലാം നമ്മൾ അംഗീകരിക്കും. അപ്പൊ പിന്നെ ഒരു രണ്ടാമത്തെ സെന്റൻസിന്റെയും മൂന്നാമത്തെ അതാണ് കമ്മ്യൂൺ എന്ന് പറയുന്നത്. കമ്മ്യൂൺ എന്നൊരു വാക്കുണ്ട്. അതായത് ഇങ്ങനെ മേർജ് ചെയ്യാന്ന് പറയും. യോഗ എന്ന് പറയുന്നത് അതാണ്. യോഗ എന്ന് പറയുന്നത് യൂണിയനാണ്. യൂണിയൻ എന്ന് പറഞ്ഞാൽ ലോകത്തെ എല്ലാം ഒന്നാണ് എന്നുള്ള ബോധ്യത്തിനാണ് യോഗ എന്ന് പറയുന്നത്. അപ്പൊ അത് രണ്ടാൾക്കാരും മാത്രമല്ല, പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും കാണുമ്പോഴും നമുക്ക് ആ ഒരു ഫീൽ വരും. കാര്യം നമ്മൾ ശ്വാസത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത്, മറ്റേത് നമ്മൾ പ്രാണനിലാണ് നിൽക്കുന്നത്. അപ്പൊ ആ ഒരു രണ്ട് പ്രാണൻ തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പാണ് ഇതിന്റെ ആദ്യത്തെ സൂക്തം. അതായത് അത് ബുദ്ധന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അതാണ് ആനാപാന സതി എന്ന് പറയുന്ന ആ ഒരു മെഡിറ്റേഷൻ. അപ്പൊ ഇതൊക്കെ നമ്മൾ വർഷങ്ങളായിട്ട് പറയുന്നുണ്ടെങ്കിലും നമുക്ക് ഈ പുസ്തകത്തിലെ ഒരു സൂത്രമാണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഐഡിയ ഇല്ല. അതിപ്പം ഇന്നലെയാണ് അത് തുറന്നു വന്നത്. അത് തുറക്കാൻ കാരണമുണ്ട്. കാര്യം ഈ നവരാത്രിയില് സാറിനറിയാമല്ലോ, നവരാത്രിയില് ആദ്യത്തെ 3 ദിവസം എന്ന് പറഞ്ഞാൽ കാളിയാണ്. കാളി എന്ന് പറഞ്ഞാൽ ഈ ഈവിൾ ഫോഴ്സസിന് ഇത് ചെയ്യുന്നൊരു പ്രോസസ്സാണ് ആദ്യത്തെ 3 ദിവസം. പിന്നത്തെ 3 ദിവസം എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയാണ്. പിന്നത്തെ 3 ദിവസമാണ് സരസ്വതി. അപ്പം ഇത് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ മനസ്സിന്റെ പോക്കും നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്കിത് മനസ്സിലാവും. അപ്പൊ എനിക്ക് തോന്നുന്നു സരസ്വതിയുടെ ഡേയ്സ് അടുത്തെന്ന് തോന്നുന്നു. അടുത്ത ഫൈനൽ 6 ഇപ്പം എത്രാം ദിവസം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 6 കഴിഞ്ഞ് 7ാമത്തേൽ കടന്നോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ അവിടെ വരുമ്പം നമ്മൾ ഈ ഒരു പോയിന്റിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മുടെ കറക്റ്റ് ഏതൊക്കെ പോയിന്റോട് ഡൗട്ടുണ്ടോ അതെല്ലാം 100% ക്ലാരിറ്റിയോടുകൂടി നമുക്ക് തുറന്നു വരും. ഇതിപ്പോൾ ഒരു അൾട്ടിമേറ്റ് സാധനമാണ്. എന്നെ സംബന്ധിച്ചൊരു ഭയങ്കര ഞാൻ ഇതുവരെ പറഞ്ഞിരുന്ന മെഡിറ്റേഷനെ കുറിച്ചുള്ള പലതും ഞാൻ മാറ്റി പറയേണ്ടി വരും. ഇന്നലെ തന്നെ ഞാൻ രാത്രി അതുകൊണ്ട് ഇംഗ്ലീഷും മലയാളവും ഇട്ട്. കാര്യം
ഇനി ഇതാണ് ഓതന്റിക് സാധനം. മെഡിറ്റേഷനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. ഇത് കേൾക്കൂ, ഇത് വായിക്കൂ, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കൂ ഇത് ചെയ്യണോ വേണ്ടയോ. അതിലേതാണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾ ജ്ഞാനമാർഗത്തിലാണോ, കർമ്മയോഗിയാണോ, ഭക്തയോഗിയാണോ, അങ്ങനെ 4 ഇതിലുണ്ട്. അതിൽ നിങ്ങൾ ഏതാണെന്ന് തിരിച്ചിട്ട് വേണം. മറ്റേ ഭക്ഷണം, കഫം, വാതം, പിത്തം പോലെ നിങ്ങൾ ഭക്തിയോഗയിലാണെങ്കിൽ ഇതിൽ പറയുന്ന ഇന്നതാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതിൽ തന്നെ പലതരം പറയുന്നുണ്ട്. അതിലേതാണോ നിങ്ങൾക്ക് സൂട്ടബിൾ അത് നിങ്ങൾ ഓരോന്നും ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് ഫ്രീഡം ഓഫ് തോട്ട് എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾ നിർബന്ധിച്ചൊരു കാര്യം ചെയ്യിച്ചാൽ അത് ഒരിക്കലും അനുയോജ്യമായിട്ട് വരത്തില്ല. അതാണ് ഫ്രീഡം ഓഫ് തോട്ടും. ഇതിനകത്ത് അബ്സല്യൂട്ട് ഫ്രീഡം വേണം. നമ്മളൊരു കടയിൽ ചെന്ന് നമ്മളൊരു ഡ്രസ്സ് വാങ്ങിക്കുന്നതും ഒരാള് നമുക്ക് വേണ്ടി ഒരു ഡ്രസ്സ് വാങ്ങിച്ചു തരുമ്പോൾ നമുക്കൊരിക്കലും അത് സാറ്റിസ്ഫാക്ഷൻ വരത്തില്ല. അപ്പം അതുപോലെയാണ് ഇതിനെ സെലക്ട് ചെയ്യേണ്ടത്. പക്ഷെ നമ്മളൊരു ലൈബ്രറി പോയാലും എവിടെ പോയാലും നമ്മൾ സ്വതന്ത്രമായിട്ടല്ല. ഇപ്പോൾ സാറൊരു ഹോട്ടലിൽ ചെന്നാൽ സാറ് സ്വതന്ത്രമായിട്ടല്ല ഓർഡർ ചെയ്യുന്നത്. സാർ അവിടെ ചെന്നിരുന്നിട്ട് സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഡ്ഡലിയും അതും ഇതുമാണ് ഓർഡർ ചെയ്യുന്നത്. പക്ഷെ ആ കടയിൽ അതിനപ്പുറത്തേക്ക് ഗംഭീരമായിട്ടുള്ള പല സാധനങ്ങളുണ്ട്. അത് നമ്മൾ ചോദിക്കാൻ പോലും തയ്യാറല്ല, എന്നുവെച്ചാൽ കേൾക്കാൻ പോലും തയ്യാറല്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി കണ്ടീഷൻഡാണ്, ഇത് മതി. അപ്പോൾ നമ്മൾ ലൈബ്രറി പോയാലും ഒരു അമ്പലത്തിൽ പോയാലും ഇതാണ് ചടങ്ങ്, ഇതാണ് രീതി, ഇത് ഞാൻ ചെയ്താൽ ഞാൻ പെർഫെക്റ്റ് ആയി എന്ന് നമ്മൾ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ വളരെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആണ്, അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ ഇംപെർഫെക്റ്റ് ആണെന്ന് വിചാരിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ലോകമഹാമണ്ടത്തരങ്ങളാണെന്ന് ആ സെക്രട്ടറി പറയുന്ന കണക്ക് നമ്മൾ ഓരോന്നോരോന്നും തുറന്ന് വരുമ്പോഴാണ് നമ്മൾ ഇനിയും വാതിലുകൾ തുറക്കാനുണ്ടെന്ന് നമ്മളൊരു ഓപ്പൺ മൈൻഡഡ് ഇരുന്നില്ലെങ്കിൽ നമ്മളെല്ലാ കാലത്തും മണ്ടന്മാരായിട്ട് നമ്മളെല്ലാം അറിഞ്ഞു എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കേണ്ടി വരും. അപ്പം ഇതാണ് ഈ ഓരോ ദിവസവും പുതിയത് പറയും. ഇന്ന് പറയുന്നതല്ല നാളെ പറയാൻ പോകുന്നത്. ഇതാണ് ഇന്നത്തെ കണ്ടുപിടുത്തം. പിന്നെ ഓക്കെ. നിങ്ങൾ ഈ ബുദ്ധി കോൺഷ്യസിന്റെ കാര്യം പറഞ്ഞില്ലേ, അത് ഞാൻ ഓർക്കുന്നത് നമ്മുടെ ഈ ഗുരു പരമ്പര പറഞ്ഞില്ലേ, ഗുരു പരമ്പരയിൽ നിങ്ങളുടെ ഗുരുവിനെ പറയുന്നത് ഗുരുവിനെ പറയുന്നത് നിങ്ങൾ ഡയറക്റ്റ് ഗുരു, ഡയറക്റ്റ് ഗുരു എന്ന് മാത്രമേ പറയൂ. ക്ലിയർ ആയില്ല സാറിന്റെ റേഞ്ച് ഒന്ന് വിട്ടുപോയെന്ന് തോന്നുന്നു. ഡയറക്റ്റ് ഗുരു, ഡയറക്റ്റ് ഗുരുവിനെ എന്ന് പറയുന്നത് മുറിഞ്ഞു പോകുന്നു. ഡയറക്റ്റ് ഗുരു എന്ന് കേട്ടില്ല. ഇപ്പൊ കേൾക്കാമോ? കേൾക്കാം. നിങ്ങളുടെ ഡയറക്റ്റ് ഗുരുവിനെ ഗുരു എന്നാ പറയുന്നത്. നിങ്ങളുടെ ഗുരു ആരാന്ന് ചോദിച്ചാൽ നിങ്ങളെ പഠിപ്പിച്ച ഗുരു. ആ ഗുരുവിന്റെ ഗുരുവിനെ എന്താ പറയാ? പരഗുരു എന്തോ എനിക്ക് അറിഞ്ഞൂടാ. പരാഗുരു. പരാഗുരു. അതെന്തോ മീൻ ചെയ്യുന്നത്? പരാഗുരു എന്ന് വെച്ചാൽ എന്താ മീൻ ചെയ്യുന്നത്? ഗുരുവിന്റെ ഗുരു. ഓക്കെ. അതിന്റെ ഗുരു, ആ പരാപരയുടെ ഗുരു. അതിനെന്തോ പറയുന്നത്? എനിക്ക് അറിഞ്ഞൂടാ. അത്രയ്ക്ക് അറിഞ്ഞൂടാ. അതെന്താ പറയുന്നത്? പരാപര ഗുരു. ശരി. ഒരു പര അവിടെ വരുമോ? അതാണ്. അപ്പൊ ഞാൻ പറഞ്ഞതിനകത്ത് ഒരു കാര്യം വന്നല്ലോ. നമ്മളവിടെ ഇവിടെ ഒരു പര പറഞ്ഞ്. അത് ശരി. മനസ്സിലായി. എന്നെ പഠിപ്പിച്ച ഗുരുവിന്റെ ഗുരുവിന് തന്നെ പറയുന്നു. അപ്പൊ ഒന്ന് ഗുരു, ഒന്ന് പരാഗുരു, പരാപര ഗുരു. ഓക്കെ. ബാക്കി എല്ലാം പരാപര ഗുരുവിന്റെ അടുക്ക പോകും. ശരി. ഏറ്റവും ടോപ്പിലിരിക്കുന്ന ഗുരു ആരാ? അത് നമ്മളിപ്പോ പറയുന്ന പ്യുവർ കോൺഷ്യസ്നസ് അല്ലേ? പ്യുവർ കോൺഷ്യസ്നസ് ഗുരുവിന്റെ എന്താ പറയുന്നത്? അതിന് പ്രകൃതി എന്നോ അങ്ങനെ പല പേര്. ഈ വാക്കിൽ പറയണം. ഈ വാക്കിൽ പറയണോ? നിക്ക് ഞാൻ പറഞ്ഞുതരാം, കൂടുതൽ ആലോചിക്കില്ല. എന്താണ് പരമേഷ്ടി ഗുരു? ശരി. അത് ഞാൻ കേട്ടിട്ടില്ല. പരമേഷ്ടി ഗുരു. ശരി. പരമേഷ്ടി ഗുരു ആണ് ശിവൻ. എന്താണ്? ദക്ഷിണാമൂർത്തി.
ദക്ഷിണാമൂർത്തി ശിവൻ ആണല്ലോ ഗുരുക്കന്മാരുടെ ഗുരുവല്ലേ. ആ ആ ആ ആ അതിന് പറയുന്നതാണ് പരമേഷ്ടി ഗുരു. ഓ ഓ ശരി. അപ്പൊ ഈ പരമ ശിവൻ എന്ന് പറയുന്നതിനകത്ത് ആ പര അതിന് വല്ല അർത്ഥമുണ്ടോ? അതിന്റെ മുകളിലൊന്നും ഇല്ല. ഓ ശരി 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 ശരി. പരജ്ഞാനം, പരാശക്തി, പരജ്ഞാനം. ഈ പര എന്ന് പറയുന്ന പരാപര എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിൽ വരും പരമേഷ്ടിയാവും. ഓ ശരി ശരി ശരി. പരമേഷ്ടിക്ക് മുകളിലൊന്നുമില്ല. ആ തട്ട ഞാൻ പറഞ്ഞ അതിന്റെ പേരാ പറഞ്ഞു. ഗുരു, പരാഗുരു, പരാപര ഗുരു, പരമേഷ്ടി ഗുരു. നിങ്ങൾ പറഞ്ഞില്ലേ കോൺഷ്യസ്നസ് പറഞ്ഞില്ലേ, കോൺഷ്യസിന്റെ നിങ്ങൾ പറഞ്ഞില്ലേ, അന്നേരം അതുകൊണ്ട് കോൺഷ്യസ് എന്ന് പറയുന്നത് ഗുരുവിന്റെ ഇതിനകത്ത് പറയുമ്പോ ഇങ്ങനെ പറയും. അതുപോലെ നമ്മുടെ തിയോസഫിയില് സീക്രട്ട് ഡോക്ടറിൽ എവിടെയോ ഈ ശിവനെ കുറിച്ച് ഇവരെന്തോ ഫോകം, എനിക്ക് കറക്റ്റ് പേര് മറന്നു, FOHM അങ്ങനെ എന്തോ ഒരു ടേം ഇവർ പറയുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ നമ്മളിവിടെ പറയുന്ന ശിവന് അവർ മറ്റേ അതീന്ദ്രിയ ലെവലിൽ പോയി അവർ ഇതിൻ്റെ ഫോർമേഷൻ സ്റ്റേജിൽ പോയി കണ്ടെത്തിയിട്ട് അവരൊരു പ്രത്യേക ടേമിലാണ് അതിനെ പറയപ്പെടുന്നത്. അവിടെ ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ് അവിടെ. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ സാറേ ഫോംലെസ് എന്ന് പറയുന്നത്, അതായത് ശരിക്കും പറഞ്ഞാൽ ഈ ജിതു കൃഷ്ണമൂർത്തിയൊക്കെ സംസാരിക്കുമ്പം ജിതു കൃഷ്ണമൂർത്തി പറയുന്നത് എന്താ അറിയാം, ഇപ്പം ഡെത്ത് എന്താണെന്ന് നിങ്ങളടുത്ത് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് നോൺ ആണോ അൺനോൺ ആണോ? അത് നിങ്ങൾക്ക് അൺനോൺ ആണ്, നിങ്ങൾക്കറിയാം. അപ്പൊ ലൈഫ് നിങ്ങൾക്ക് നോൺ ആണോ അൺനോൺ ആണോ? അപ്പൊ നിങ്ങൾ പറയും നോൺ ആണെന്ന് പറയും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, നിങ്ങൾ ആ ലൈഫിനെ കുറിച്ച് എന്താ ധരിച്ചു വെച്ചേക്കുന്നത് നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ ഡെത്ത് പോലെ ഇതും നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ കുറെ പഠിച്ചു വെച്ചിരിക്കുന്നതാണെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അത് യഥാർത്ഥത്തിൽ മറ്റേ നമ്മുടെ ഇവിടെ പറയുന്ന മായ അല്ലെങ്കിൽ ഒരു ഇല്യൂഷൻ അല്ലെങ്കിൽ ഒരു ഡ്രീം സ്റ്റേറ്റിലാണ്. ഇല്ലാത്തതാണ്. നിങ്ങളൊരു സിനിമ സ്ക്രീനിൽ സിനിമ ഓടുമ്പോൾ അത് കണ്ട് കരയുകയും ചിരിക്കുന്നതും പോലെയാണ് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലൈഫിനെ കണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അല്ല, നിങ്ങൾക്ക് ചുറ്റും ഓടുന്ന ഈ നാടകത്തിന് ജഗത് മിഥ്യയാണെന്ന് പറഞ്ഞിട്ടും അംഗീകരിച്ചിട്ടും നിങ്ങളത് നിങ്ങൾ പ്രാക്ടിക്കലി നിങ്ങളുടെ ലൈഫിൽ അത് നിങ്ങൾ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ശരിക്കും നിങ്ങൾ ഫ്രീഡത്തിലല്ല, നിങ്ങൾ ഏതോ ആരുടെയോ സ്ക്രിപ്റ്റിൽ പെട്ടുപോയി. ചില പാർട്ടിക്കാരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരെ കണ്ടിട്ടില്ലേ, നേതാവ് പറയുന്ന കണക്ക്, അല്ലെങ്കിൽ BJPക്കാർ നേതാവ് എന്ത് പറയുന്നു അല്ലെങ്കിൽ രാജാവ് എന്ത് പറയുന്നു അത് തന്നെ പ്രജ പറയണം, അല്ലെങ്കിൽ പ്രജയെ കൊന്നുകളയെന്ന് പറയുന്നത് പോലെ നമ്മൾ ഇന്ത്യയിലായതുകൊണ്ട് കുറേ സിസ്റ്റം ഇവിടെ പറയുന്നു. നമ്മളിപ്പോൾ അമേരിക്കയിൽ ചെന്നാൽ നമ്മുടെ ഡ്രസ്സും വേഷവും അല്ലെങ്കിൽ നമ്മുടെ രീതികളും മാറുന്നു. അതെങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്ത് പോകുമ്പോൾ മാറുന്നു? അത് നമ്മുടെ സാഹചര്യങ്ങളും ചുറ്റുപാടും എപ്പോഴും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. അത് ആത്മീയമായിക്കോട്ടെ, ജാതി, മതം, പ്രാക്ടീസ്, ഫുഡ്, ഡ്രസ്സ് എല്ലാം. അപ്പം ഇവർ പറയുന്നത് ശരിക്കും നമ്മളൊരു ജയിലിനകത്താണ്. നമുക്ക് ഒരു സ്വാതന്ത്ര്യം ഒന്നിനെക്കുറിച്ചും നമുക്ക് ഇല്ല ശരിക്കും പറഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ വേറൊരാളെ എതിർക്കാനല്ല, നമുക്ക് തന്നിട്ടുള്ള ഒരു ട്രഷർ ഉണ്ടല്ലോ, ആ ട്രഷർ ഒരു ബോഡി ആണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിൻ്റെ പ്രൊട്ടക്ഷൻ, അതിൻ്റെ വെൽഫെയർ ആണ് നമ്മൾ പലപ്പോഴും പറയുന്നത്. ആക്ച്വലി യഥാർത്ഥത്തിലെ സോഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ വളരെ സിമ്പിളാണ്. അതാണ് സൗന്ദര്യ ലഹരി എന്ന് സാർ പറയുന്നത്. ആ ലഹരിയിൽ നിന്ന് വിട്ടിട്ട് നമ്മൾ ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ സുഖങ്ങളുടെ പുറകിലാണ്, നമ്മൾ ഉർവശി രംഭ മേനകയുടെ പുറകിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതെല്ലാം ഫിലോസഫിയാണ്. അപ്പം ഇത് നമുക്ക് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ 112 ഏതെങ്കിലും ഒരു സാധനം സാറ് ചുമ്മാ 68 അല്ലെങ്കിൽ സാറ് ജനിച്ച വർഷം 48 ആണെങ്കിൽ 48ാമത്തെ എടുത്ത് നോക്കണം. വെറുതെ ശരിക്കും പറഞ്ഞാൽ 48 സാറ് എടുത്ത് നോക്കുമ്പോൾ സാറ് പലപ്പോഴായിട്ടും പറഞ്ഞ സാധനമാണ് അതിനകത്തുള്ളത്. ഈ 112 നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തതാണ്, പക്ഷെ നമുക്ക് അറിഞ്ഞുകൂടാ ഇങ്ങനൊരു പുസ്തകത്തിലുണ്ടെന്ന്. അതാണ് അതിൻ്റെ സത്യം. ഇല്ല
സാറിന് പ്രത്യേകിച്ച് നീന്തൽ പഠിക്കേണ്ടി വന്നില്ല. കാര്യം വീട്ടിനടുത്ത് വെള്ളം ഉണ്ടായിരുന്നതുകൊണ്ട് സാറ് വെള്ളത്തിൽ വീണ് പഠിച്ചു. പിൽക്കാലത്ത് നീന്തലിൻ്റെ പുസ്തകം എടുത്ത് നോക്കിയപ്പോഴാണ് അതിനകത്ത് ബ്രസ്റ്റ് സ്ട്രോക്ക്, മറ്റേ ബട്ടർഫ്ലൈ സ്ട്രോക്ക് ഒക്കെയാണ് സാറ് ചെയ്തതെന്ന് തിരിച്ചറിയുന്നത് പോലെയാണ് നമ്മളിന്ന് മെഡിറ്റേഷനെ കുറിച്ച് സംസാരിച്ചത്. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ എന്തായാലും ഇന്നത്തെ മോർണിംഗ് സെഷൻ നമുക്കിവിടെ ക്ലോസ് ചെയ്യാം. 10 മണി 10:01 ആണ് ടൈം. 10 മണി 1 മിനിറ്റ്. സെപ്റ്റംബർ 27 ശനിയാഴ്ച. ഓക്കെ, അപ്പോൾ നടക്കട്ടെ. ഓക്കെ, ബൈ.